ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് ടു ഡ്രീം. നമുക്ക് അടുത്ത എക്സാംസിന് മുമ്പ് SCERT പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ 8ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം 7 അധ്യായം വരെ പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ അധ്യായമാണ്, മഗധ മുതൽ താനേശ്വരം വരെ. എന്താണ് മഗധ മുതൽ താനേശ്വരം വരെ എന്നതാണ് ഈ പാഠത്തിൻ്റെ പേര്. ഓക്കെ, 9ാമത്തെ അധ്യായമാണ് 8ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം. 9ാമത്തെ അധ്യായം മഗധ മുതൽ താനേശ്വരം വരെ. നമുക്ക് തുടങ്ങാം. ഇന്ത്യക്ക രചിച്ചത് മെഗസ്തനീസ് ആണ്. ഇന്ത്യക്ക എന്ന കൃതി രചിച്ചത് മെഗസ്തനീസ് ആണ്. അപ്പോൾ ഇന്ത്യക്ക എന്ന കൃതി രചിച്ചത് ആരാണ്? മെഗസ്തനീസ് ആണ്. പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിദേശ സഞ്ചാരിയായ മെഗസ്തനീസ് ഗ്രീസുകാരനാണ്. അപ്പോൾ ഏത് രാജ്യക്കാരനാണ് മെഗസ്തനീസ് എന്ന് ചോദിച്ചാൽ ഗ്രീസുകാരനാണ്. ഓക്കെ, വിദേശ സഞ്ചാരിയായ മെഗസ്തനീസ് ഏത് രാജ്യക്കാരനാണ്? ഗ്രീസാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ അധികാരത്തിൽ വന്നത് BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ അധികാരത്തിൽ വന്നത് എന്നാണ്? BCE 321. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരം സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരിയാണ് മെഗസ്തനീസ്. ഓക്കെ, അപ്പോൾ ഗ്രീക്ക് സഞ്ചാരിയാണ് മെഗസ്തനീസ്. ആരുടെ കൊട്ടാരം സന്ദർശിച്ചു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരം സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരിയാണ് മെഗസ്തനീസ്. മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ച ഗ്രീക്ക് ഭരണാധികാരിയാണ് സെലൂക്കസ് നിക്കേറ്റർ. മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ച ഗ്രീക്ക് ഭരണാധികാരി ആരാണ്? സെലൂക്കസ് നിക്കേറ്റർ. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് ആരാണ്? എല്ലാവർക്കും അറിയാം. ആരാണ്? കൗടില്യൻ. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവാണ് കൗടില്യൻ. തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം തുടങ്ങിയ മേഖലകളിൽ സംഭാവന നൽകിയ വ്യക്തിയാണ് കൗടില്യൻ. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ് കൗടില്യനാണ്. അതുപോലെ തന്നെ തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം തുടങ്ങിയ മേഖലകളിൽ സംഭാവന നൽകിയ വ്യക്തിയാണ് കൗടില്യൻ. ചാണക്യൻ എന്നറിയപ്പെടുന്നതും കൗടില്യനാണ്. വിഷ്ണുഗുപ്തൻ എന്നറിയപ്പെടുന്നതും കൗടില്യനാണ്. അപ്പോൾ അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യൻ എന്നറിയപ്പെടുന്നത്, വിഷ്ണുഗുപ്തൻ എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ ആരാണ്? കൗടില്യനാണ്. തത്വചിന്തയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും രാജ്യഭരണത്തിലും പ്രാഗൽഭ്യമുണ്ടായിരുന്ന വ്യക്തിയാണ് കൗടില്യൻ. മൗര്യ ഭരണാധികാരിയായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൗടില്യൻ. മൗര്യ ഭരണാധികാരിയായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൗടില്യൻ. ആരുടെ പ്രധാനമന്ത്രിയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ശാസ്ത്രവിരുദ്ധമായി പ്രവർത്തിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ് ഭൂമിയെ മുഴുവൻ വാഴുന്നവൻ തന്നെയായാലും പൊടുന്നനെ നശിച്ചു പോകുമെന്ന് അഭിപ്രായപ്പെട്ടത് കൗടില്യനാണ്. അപ്പോൾ കൗടില്യൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശാസ്ത്രവിരുദ്ധമായി പ്രവർത്തിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനും, അല്ലേ, ഇന്ദ്രിയങ്ങളെ മീൻസ് ആഗ്രഹങ്ങൾ, അല്ലേ, ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായ രാജാവ് ഭൂമിയെ മുഴുവൻ വാഴുന്നവൻ തന്നെയായാലും പൊടുന്നനെ നശിച്ചു പോകും. ആരുടെ അഭിപ്രായമാണ്? കൗടില്യൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു കൗടില്യൻ. എവിടുത്തെ അധ്യാപകനായിരുന്നു? തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു കൗടില്യൻ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം സംസ്കൃത ഭാഷയിലെ പ്രധാന ഗ്രന്ഥമാണ്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ 7 ഘടകങ്ങളെക്കുറിച്ച് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു കൗടില്യൻ. അർത്ഥശാസ്ത്രത്തിൽ 7 രാഷ്ട്രത്തിന് അത്യാവശ്യമായിട്ടുള്ള 7 ഘടകങ്ങളെക്കുറിച്ച് പറയുന്നു. പിന്നെ സംസ്കൃതത്തിൽ രചിച്ച കൃതിയാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അർത്ഥശാസ്ത്രത്തിൽ ദാസന്മാർ എന്നറിയപ്പെട്ടത് അടിമകളാണ്. അപ്പോൾ ദാസന്മാർ എന്ന് അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ ആരെയാണ് പറഞ്ഞത്? അടിമകളെയാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രത്തിന് വേണ്ട അനിവാര്യമായ ഘടകങ്ങളെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് സപ്താംഗങ്ങൾ എന്നാണ്. കാരണം ഞാൻ മുകളിൽ പറഞ്ഞു എന്താണ്? ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ 7 ഘടകങ്ങളെക്കുറിച്ചാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. 7 എന്ന് പറഞ്ഞാൽ സപ്തം, അല്ലേ? അപ്പോൾ സപ്താംഗങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഈ സപ്താംഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം. ഏതൊക്കെയാണ്? സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം. സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം. ഇനി സ്വാമി എന്നാൽ രാജാവാണ്. സ്വാമി എന്നാൽ ആരാണ്? രാജാവാണ്. അമാത്യൻ എന്നാൽ മന്ത്രിയെന്നോ ഉദ്യോഗസ്ഥനെന്നോ അർത്ഥമുണ്ട്. അമാത്യൻ എന്നാൽ മന്ത്രിയെന്നോ ഉദ്യോഗസ്ഥനെന്നോ അർത്ഥമുണ്ട്. കോസ എന്ന് പറഞ്ഞാൽ ഖജനാവ് അല്ലെങ്കിൽ നികുതി. കോസ എന്ന് പറഞ്ഞാൽ ഖജനാവ് അല്ലെങ്കിൽ നികുതി. ദണ്ഡ എന്ന് പറഞ്ഞാൽ നീതിന്യായം. ദണ്ഡ എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിന്യായം. ദുർഗം എന്ന് പറഞ്ഞാൽ സൈന്യം അഥവാ കോട്ട.
ദുർഗം എന്ന് പറഞ്ഞാൽ സൈന്യം അഥവാ കോട്ട. മിത്രം എന്ന് പറഞ്ഞാൽ സഖ്യങ്ങളെയാണ് മിത്രം എന്ന് പറയുന്നത്. ജനപദം എന്ന് പറഞ്ഞാൽ പ്രദേശം എന്നാണ് അർത്ഥം. ജനപദം എന്ന് പറഞ്ഞാൽ പ്രദേശം എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. നമുക്കറിയാം അല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏതാണ്? മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം പാടലീപുത്രമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം പാടലീപുത്രം. അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാടലീപുത്രത്തിൻ്റെ ഇന്നത്തെ പേര് പാറ്റ്ന എന്നാണ്. പാടലീപുത്രത്തിൻ്റെ ഇന്നത്തെ പേരെന്താണ്? പാറ്റ്ന എന്നാണ്. മാസിഡോണിയൻ ഭരണാധികാരിയായ അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു സെലൂക്കസ് നിക്കേറ്റർ. അപ്പോൾ സെലൂക്കസ് നിക്കേറ്റർ മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ച ഗ്രീക്ക് ഭരണാധികാരിയായിരുന്നു. സെലൂക്കസ് നിക്കേറ്റർ ആരാണ്? മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ച ഗ്രീക്ക് ഭരണാധികാരിയായിരുന്നു സെലൂക്കസ് നിക്കേറ്റർ. മാസിഡോണിയൻ ഭരണാധികാരിയായ അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു സെലൂക്കസ് നിക്കേറ്റർ. ചന്ദ്രഗുപ്ത മൗര്യനുമായി സഖ്യത്തിലേർപ്പെട്ട വ്യക്തിയാണ് ഈ സെലൂക്കസ് നിക്കേറ്റർ. ചന്ദ്രഗുപ്ത മൗര്യന് ശക്തമായ സൈന്യമുണ്ടായിരുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച രാജാവായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. ഓക്കെ, ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കി രാജ്യവിസ്തൃതി ഇദ്ദേഹം വളരെയധികം വർദ്ധിപ്പിച്ചു. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്ന മൗര്യ രാജാവാണ് ബിന്ദുസാരൻ. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്നത് ആരാണ്? ബിന്ദുസാരന് ശേഷം അധികാരത്തിൽ വന്ന മൗര്യ ഭരണാധികാരി അശോകനാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്നത് ബിന്ദുസാരന് ശേഷം അശോകൻ. ഓക്കെ, അപ്പോൾ ഈ അശോകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നന്നായിട്ട് അറിയാം. ശിക്ഷകളൊക്കെ വളരെയധികം ലഘൂകരിച്ച ഭരണാധികാരിയാണ് അശോകൻ. കലിംഗയും കാശ്മീരും കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹം കലിംഗയും കാശ്മീരും കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു. ധർമ്മശാസനം അശോകൻ്റെയാണ്. ധർമ്മശാസനം അശോകൻ്റെയാണ്. ധർമ്മശാസനം ആരുടെയെന്ന് ചോദിച്ചാൽ ആരുടെയെന്ന് പറയണം? അശോകൻ്റെയാണ്. സംസ്കൃതത്തിലെ ധർമ്മം എന്ന വാക്കിൻ്റെ പ്രാകൃത ഭാഷയിലെ രൂപമാണ് ദമ്മ എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാണ് അർത്ഥം. ഓക്കെ, സംസ്കൃതത്തിൽ ധർമ്മം, പ്രാകൃത ഭാഷയിൽ ദമ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, പിയദശി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് അശോകൻ. പിയദശി എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് അശോകൻ. ധർമ്മശാസനത്തിലാണ് പിയദശി എന്ന് അറിയപ്പെട്ടിരുന്നത്. പിയദശി എന്ന് അശോകൻ എവിടെയാണ് അറിയപ്പെട്ടിരുന്നത്? ധമ്മശാസനത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ലളിത ജീവിതത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആര്? അശോകൻ. അശോകനെ സ്വാധീനിച്ച മതമാണ് ബുദ്ധമതം. ഏതാണ്? ബുദ്ധമതമാണ്. ധമ്മ നടപ്പാക്കാൻ പ്രേരണ നൽകിയത് ഈ ബുദ്ധമതമാണ്. അശോകന് ധർമ്മ നടപ്പാക്കാൻ അല്ലെങ്കിൽ ധമ്മ നടപ്പാക്കാൻ പ്രേരണ നൽകിയ മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? അശോകൻ്റെ ശാസനങ്ങളിൽ ഭൂരിഭാഗവും എഴുതപ്പെട്ടത് ബ്രാഹ്മി ലിപിയിലാണ്. അശോകൻ്റെ ശാസനങ്ങൾ ഭൂരിഭാഗവും ഏത് ലിപി കൊണ്ടാണ് എഴുതപ്പെട്ടത്? ബ്രാഹ്മി ലിപി കൊണ്ടാണ് എഴുതപ്പെട്ടത്. 1837 അശോക ശാസനങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ് ജെയിംസ് പ്രിൻസപ്പ്. 1837 അശോക ശാസനങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പാണ്. അശോകൻ്റെ ഭൂരിഭാഗം ശാസനങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് പ്രാകൃതാണ്. അശോകൻ ഭൂരിഭാഗം ശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? പ്രാകൃത് ഭാഷയാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തു നിന്ന് ലഭിച്ച ശാസനങ്ങൾ ഖരോഷ്ടി ലിപിയിലുള്ളതായിരുന്നു. ഓക്കെ, കാരണം ഇവിടെ നിലനിന്നിരുന്ന പേർഷ്യൻ സ്വാധീനം കൊണ്ടാണ് ഈ ഒരു ഖരോഷ്ടി ലിപി അവിടെ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, പിന്നെ എവിടെ നിന്ന് ലഭിച്ച ശാസനങ്ങളാണ് അരാമിക് ഗ്രീക്ക് ലിപികൾ കാണപ്പെട്ടതെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ച ശാസനങ്ങളിൽ അരാമിക് ഗ്രീക്ക് ലിപികൾ കാണപ്പെട്ടു. ഓക്കെ, അശോകൻ്റെ തൊബാരസ്തംഭ ശാസനം ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അശോകൻ്റെ ശാസനങ്ങളെ വലിയ ശിലാശാസനങ്ങൾ, ചെറിയ ശിലാശാസനങ്ങൾ, സ്തംഭശാസനങ്ങൾ എന്നിങ്ങനെ തിരിക്കാം. അശോകൻ്റെ ശാസനങ്ങളെ എത്രയായിട്ട് തിരിക്കാം? വലിയ ശിലാശാസനങ്ങളെന്നും ചെറിയ ശിലാശാസനങ്ങളെന്നും സ്തംഭശാസനങ്ങളെന്നും വേർതിരിക്കാം. അപ്പോൾ അശോകൻ്റെ ശാസനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ രൂപനാഥ് ശാസനം, വൈശാലി സ്തംഭശാസനം, ധൗളി ശാസനം, ഇവയൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ അശോകൻ്റെ ശാസനങ്ങളാണ്. രൂപനാഥ് ശാസനം, വൈശാലി സ്തംഭശാസനം, ധൗളി ശാസനം.
ഓക്കെ. സാഞ്ചിയിലെ സ്തൂപം പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് അശോകൻ. സാഞ്ചിയിലെ സ്തൂപം പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് അശോകൻ. പ്രാചീന കാലത്ത് സിലോൺ എന്നറിയപ്പെട്ടിരുന്നത് ശ്രീലങ്കയാണ്. എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. പ്രാചീന കാലത്ത് സിലോൺ എന്നറിയപ്പെട്ടത് ശ്രീലങ്കയാണ്. അശോകൻ്റെ പുത്രൻ്റെ പേര് മഹേന്ദ്രൻ എന്നാണ്. പുത്രിയുടെ പേര് സംഘമിത്രയാണ്. ക്ലിയർ ആണല്ലോ. അശോകൻ്റെ പുത്രൻ മഹേന്ദ്രനും പുത്രി സംഘമിത്രയുമാണ്. ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. മകനെയും മകളെയും ധമ്മ പ്രചരിപ്പിക്കാനായിട്ട് സിലോൺ അഥവാ ശ്രീലങ്കയിലേക്ക് അയച്ച വ്യക്തിയാണ് അശോകൻ. മകനെയും മകളെയും എവിടെ പറഞ്ഞയച്ചു? ശ്രീലങ്കയിലേക്ക് അല്ലെങ്കിൽ സിലോണിലേക്ക് പറഞ്ഞയച്ചു. എന്തിനു വേണ്ടിയിട്ട്? ധമ്മ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അശോകൻ്റെ കാലത്ത് കച്ചവടത്തിനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനും ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് മുദ്രിത നാണയങ്ങൾ. അശോകൻ്റെ കാലത്ത് കച്ചവടത്തിനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനും ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് മുദ്രിത നാണയങ്ങൾ. പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. മൗര്യ ഭരണകാലത്തെ ഭൂനികുതിയാണ് ഭാഗ. മൗര്യ ഭരണകാലത്തെ ഭൂനികുതിയാണ് ഭാഗ. മൗര്യ കാലഘട്ടത്തിൽ പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയായിരുന്നു ബലി. അപ്പോൾ ബലിയും ഭാഗയും മൗര്യ ഭരണകാലത്തെ നികുതികളാണ്. ഭാഗ എന്ന് പറഞ്ഞാൽ ഭൂനികുതിയും പിന്നെ പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതി എന്ന് പറഞ്ഞാൽ ബലിയുമാണ്. മൗര്യ കാലഘട്ടത്തിൽ ജലനികുതിയാണ് ഉദക ഭാഗ. മൗര്യ കാലഘട്ടത്തിലെ ജലനികുതി എന്താണ്? ഉദക ഭാഗ. മൗര്യ കാലഘട്ടത്തിലെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതിയാണ് ശുൽക്ക. മൗര്യ കാലഘട്ടത്തിലെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതിയാണ് ശുൽക്ക. അർത്ഥശാസ്ത്രത്തിൽ ദാസന്മാർ എന്നറിയപ്പെട്ടത് ആരാണ്? അടിമകളാണ്. ഒരു തവണ ഞാൻ പറഞ്ഞു, അർത്ഥശാസ്ത്രത്തിൽ ദാസന്മാർ എന്നറിയപ്പെട്ടത് അടിമകളാണ്. ഏതു വംശത്തിലെ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ എന്ന് ചോദിച്ചാൽ കുഷാന വംശത്തിലെയാണ്. കുഷാന വംശത്തിലെ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ്. കുഷാന വംശമാണ്. അപ്പോൾ ശകവർഷം ആരംഭിച്ച വംശം എന്ന് ചോദിച്ചാൽ കുഷാന വംശം. ആരെന്ന് ചോദിച്ചാൽ കനിഷ്കനാണ്. ആരംഭിച്ചത് എന്നെന്ന് ചോദിച്ചാൽ CE 78 അപ്പോൾ കനിഷ്കൻ കുഷാന വംശത്തിലെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹമാണ് ശകവർഷം ആരംഭിച്ചത്. ഈ ശകവർഷം ആരംഭിച്ചത് CE 78 ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായിട്ട് അംഗീകരിച്ചത് ശകവർഷ കലണ്ടറയാണ്. ഓക്കെ. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറാണ് ശകവർഷം. അശ്വഘോഷൻ, വസുമിത്രൻ തുടങ്ങിയവർ കനിഷ്കൻ്റെ കൊട്ടാരത്തിലെ ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു. അശ്വഘോഷനും വസുമിത്രനും കനിഷ്കൻ്റെ കൊട്ടാരത്തിലെ ബുദ്ധമത പണ്ഡിതന്മാരായിരുന്നു. ചരകനും സുശ്രുതനും കനിഷ്കൻ്റെ സദസ്സിനെ അലങ്കരിച്ച പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ അശ്വഘോഷനും വസുമിത്രനും കനിഷ്കൻ്റെ കൊട്ടാരത്തിലെ ബുദ്ധമത പണ്ഡിതന്മാരും ചരകനും സുശ്രുതനും കനിഷ്കൻ്റെ സദസ്സിനെ അലങ്കരിച്ച പണ്ഡിതന്മാരുമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുഷാനന്മാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ ആരാണ് പുറത്തിറക്കിയത്? കുഷാനന്മാരായിരുന്നു പുറത്തിറക്കിയത്. ആരുടെ ഭരണകാലത്ത് രൂപപ്പെട്ടു വന്നതാണ് ഗാന്ധാര ശില്പകലയെന്ന് ചോദിച്ചാൽ കുഷാനന്മാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുഷാനന്മാരുടെ ഭരണകാലത്ത് രൂപപ്പെട്ടു വന്നതാണ് ഗാന്ധാര ശില്പകല. പ്രാചീന കാലത്ത് ഗാന്ധാരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കണ്ടഹാർ. കണ്ടഹാർ ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ്. കണ്ടഹാർ എന്നെവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. പ്രാചീന കാലത്ത് കണ്ടഹാർ എന്തെന്നറിയപ്പെട്ടിരുന്നു? ഗാന്ധാരം എന്നറിയപ്പെട്ടിരുന്നു. കനിഷ്കൻ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചത് മഹായാന ബുദ്ധമതത്തെയാണ്. കനിഷ്കൻ തൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത്, തൻ്റെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് മഹായാന ബുദ്ധമതത്തെയാണ്. മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ശക്തി പ്രാപിച്ച ഭരണാധികാരികളാണ് ശതവാഹനന്മാർ. മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യ ഇന്ത്യയിലും ദക്ഷിണ ഇന്ത്യയിലും ശക്തി പ്രാപിച്ച ഭരണാധികാരികളാണ് ശതവാഹനന്മാർ. ആരാണ്? ശതവാഹനന്മാർ. ഏത് നൂറ്റാണ്ടിലാണ് ശതവാഹനന്മാർ ഭരണം നടത്തിയിരുന്നെന്ന് ചോദിച്ചാൽ BCE 1-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ശക്തി പ്രാപിച്ച ഭരണാധികാരികളാണ് ശതവാഹനന്മാർ. ഇവർ 1-ാം നൂറ്റാണ്ടിലാണ് ഭരണം നടത്തിയിരുന്നത്. ശതവാഹനന്മാരുടെ തലസ്ഥാനമാണ് പ്രതിഷ്ഠാന എന്ന് ടെക്സ്റ്റിൽ പറയുന്നു. പ്രാചീന കാലത്ത് പ്രതിഷ്ഠാനം എവിടെ സ്ഥിതി ചെയ്യപ്പെട്ടിരുന്നു? പ്രാചീന കാലത്തെ പ്രതിഷ്ഠാനം എന്നറിയപ്പെട്ട ഇന്നത്തെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ പൈത്താനാണ്. പ്രാചീന കാലത്ത് പ്രതിഷ്ഠാനം എന്നറിയപ്പെട്ട ഇന്നത്തെ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പൈതാൻ എന്ന് പറയുന്ന പ്രദേശമാണ്. ഓക്കെ. ഗുപ്തകീർത്തിയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഉജ്ജയിനി.
ഗൗതമീപുത്ര ശതകർണി, വസിഷ്ഠിപുത്രൻ തുടങ്ങിയവർ ശതവാഹന രാജ്യത്തെ രാജാക്കന്മാരായിരുന്നു. എവിടുത്തെ രാജാക്കന്മാരായിരുന്നു? ഗൗതമീപുത്ര ശതകർണിയും വസിഷ്ഠിപുത്രനും ശതവാഹന രാജ്യത്തെ രാജാക്കന്മാരായിരുന്നു. ഗൗതമീപുത്ര ശതകർണിയും വസിഷ്ഠിപുത്രനും ഏത് രാജ്യത്തെ രാജാക്കന്മാരായിരുന്നു? ശതവാഹന രാജ്യത്തെ. ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ശതവാഹനന്മാരാണ്. ആരാണ്? ശതവാഹനന്മാരാണ്. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് അമരാവതി, നാഗാർജുനകൊണ്ട എന്നീ നഗരങ്ങൾ ആവിർഭവിച്ചതെന്ന് ചോദിച്ചാൽ ശതവാഹനന്മാരുടെ കാലഘട്ടത്തിലാണ്. ശതവാഹനന്മാരുടെ ഭരണകാലഘട്ടത്തിലാണ് അമരാവതി, നാഗാർജുനകൊണ്ട എന്നീ നഗരങ്ങൾ ആവിർഭവിച്ചത്. ഈ കാലം വെറുമൊരു ആത്മകഥം. ONV കുറുപ്പിൻ്റെ കവിതയാണ് വെറുമൊരു ആത്മകഥം എന്നത് ONV കുറുപ്പിൻ്റെ കവിതയാണ്. ഗുപ്തകീർത്തിതൻ മണ്ണടിഞ്ഞ മന്ദിരമല്ല ഉജ്ജയിനിതൻ നടക്കാവിൽ ഞാൻ തിരയുന്നു. ആടിമേഘത്തെ പ്രേമദൂതിനായി നിയോഗിക്കും ഏതോ യക്ഷനായി തീർന്ന കവിതൻ കാൽപ്പാടത്രേ. ഇത് ONV കുറുപ്പിൻ്റെ വരികളാണ്. ആരുടെ വരികളാണ്? ONV കുറുപ്പിൻ്റെ വരികളാണ്. ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാളിദാസനെ കുറിച്ചാണ് ഈ കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വെറുമൊരു ആത്മകഥം എന്ന കവിതയിൽ ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാളിദാസനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നത്. ഇനി കുറേ കൃതികളും അത് രചിച്ചവരുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിക അഗ്നിമിത്രം, കുമാരസംഭവം, ഋതുസംഹാരം ഇവയെല്ലാം രചിച്ചത് കാളിദാസനാണ്. ഇത് സാഹിത്യ മേഖലയിൽ ഉൾപ്പെടുന്ന കൃതികളാണ്. അപ്പോൾ കാളിദാസൻ്റെ ഈ കൃതികളെല്ലാം സാഹിത്യമാണ്. ഏതൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിക അഗ്നിമിത്രം, കുമാരസംഭവം, ഋതുസംഹാരം. അപ്പോൾ കാളിദാസൻ്റെ കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവിക അഗ്നിമിത്രം, കുമാരസംഭവം. ഇതെല്ലാം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നതാണ്? സാഹിത്യമാണ്. അടുത്ത് മൃച്ഛകടികം രചിച്ചത് ശൂദ്രകനാണ്. ഇതും സാഹിത്യ മേഖലയാണ്. മൃച്ഛകടികം രചിച്ചത് ശൂദ്രകനാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ്, പല പ്രാവശ്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വിശാഖദത്തൻ്റെ കൃതികളാണ് മുദ്രാരാക്ഷസവും ദേവി ചന്ദ്രഗുപ്തവും. ഇതും പ്രീവിയസ് ആണ്. വിശാഖദത്തൻ്റെ കൃതികളാണ് മുദ്രാരാക്ഷസവും ദേവി ചന്ദ്രഗുപ്തവും. ഇത് സാഹിത്യകൃതിയാണ്. അതുപോലെ വരാഹമിഹിരൻ്റെ കൃതിയാണ് പഞ്ചസിദ്ധാന്തിക, ലഘുജാതകം, ബൃഹത് ജാതകം. ബൃഹത് ജാതകം ആരുടെ കൃതിയാണ്? വരാഹമിഹിരൻ്റെ കൃതികളാണ്. ഇത് ശാസ്ത്രമേഖലയിലുള്ള കൃതികളാണ്. പഞ്ചസിദ്ധാന്തികയും ലഘുജാതകവും ബൃഹത് ജാതകവും ആരുടെ കൃതികളാണ്? വരാഹമിഹിരൻ്റെ കൃതികളാണ്. ആര്യഭടീയം രചിച്ചത് ആര്യഭടനാണ്. അതും ശാസ്ത്രമേഖലയിലുള്ളതാണ്. ആര്യഭടനാണ്, ശാസ്ത്രമേഖലയിലുള്ളതാണ്. അമരസിംഹൻ രചിച്ചതാണ് അമരകോശം. പ്രീവിയസ് ആണ്. അമരസിംഹൻ രചിച്ചത് അമരകോശം. അത് ഭാഷാ നിഘണ്ടുവാണ്. അമരകോശം എന്ന് പറയുന്നത് ഭാഷാ നിഘണ്ടുവാണ്. അടുത്ത് ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്ന ഗിൽഡുകൾ എന്ന കച്ചവട സംഘങ്ങൾ രൂപപ്പെട്ട കാലഘട്ടമാണ് ശതവാഹന കാലഘട്ടം. ഗിൽഡുകൾ ഏത് കാലഘട്ടത്തിലാണ്? ശതവാഹന കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്. ഇത് എന്തിനേക്ക് നിയന്ത്രിച്ചിരുന്നു? ഉൽപാദനത്തെയും വിതരണത്തെയും. അപ്പോൾ ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്ന ഗിൽഡുകൾ എന്ന കച്ചവട സംഘങ്ങൾ രൂപപ്പെട്ട കാലഘട്ടമാണ് ശതവാഹന കാലഘട്ടം. ഇതിൽ നിന്ന് പല ക്വസ്റ്റ്യൻ വരാം. ഗിൽഡുകൾ എന്തിനേക്ക് നിയന്ത്രിച്ചിരുന്നു? ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്നു. ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവട സംഘങ്ങളാണ്. ഗിൽഡുകൾ രൂപപ്പെട്ട കാലഘട്ടം ഏതാണ്? ശതവാഹന കാലഘട്ടം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയും കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു പോയിന്റിൻ്റെ അകത്തുനിന്ന് പ്രതീക്ഷിക്കാം. പാടലീപുത്രം ആസ്ഥാനമാക്കി ഗംഗാസമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. പാടലീപുത്രം ആസ്ഥാനമാക്കി ഗംഗാസമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യമായിരുന്നു ഗുപ്ത സാമ്രാജ്യം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഗുപ്തവർഷത്തിന് തുടക്കം കുറിച്ചത് CE 320 ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഗുപ്തവർഷത്തിന് തുടക്കം കുറിച്ചത് CE 320 ചന്ദ്രഗുപ്തൻ ഒന്നാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് സമുദ്രഗുപ്തനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാണ്? സമുദ്രഗുപ്തനാണ്. അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയത് സമുദ്രഗുപ്തൻ്റെ കൊട്ടാരം കവിയായിരുന്ന ഹരിസേനനാണ്. അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയത് സമുദ്രഗുപ്തൻ്റെ കൊട്ടാരം കവിയായിരുന്ന ഹരിസേനനാണ്.
അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയത് ആരാണ്? ഹരിസേനനാണ്. ആരാണ് ഹരിസേനൻ? ചന്ദ്രഗുപ്തൻ്റെ കൊട്ടാരം കവിയാണ് ഹരിസേനൻ. ക്ലിയർ ആയല്ലോ? അലഹബാദ് പ്രശസ്തിയിൽ നിന്ന് ആരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ സമുദ്രഗുപ്ത തീർച്ചയായിട്ടും ആരെക്കുറിച്ചായിരിക്കും? സമുദ്രഗുപ്തനെ കുറിച്ചായിരിക്കും. അപ്പോൾ അലഹബാദ് പ്രശസ്തിയിൽ ആരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്? സമുദ്രഗുപ്തനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് രാജസദസ്സിലെ കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. അപ്പോൾ എന്താണ് പ്രശസ്തികൾ? രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് രാജസദസ്സിലെ കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് ആരായിരുന്നു? ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. അപ്പോൾ സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയതും ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഓക്കെ. നവരത്നങ്ങൾ ജീവിച്ചിരുന്നതും ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിലായിരുന്നു. അപ്പോൾ ചന്ദ്രഗുപ്തൻ്റെ 3 പോയിന്റുകൾ പറയാം. സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയതും ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. പിന്നെ നവരത്നങ്ങൾ ജീവിച്ചിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിലായിരുന്നു. ഈ നവരത്നങ്ങൾ ആരൊക്കെയാണ്? കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. ഇതിൽ ഒരാളെ തന്നിട്ട് ഇത് നവരത്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ചോദിക്കാം. ഇനി ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിക്കാം. ഇത് ഏതിൽ ഉൾപ്പെട്ടെന്ന് ചോദിക്കാം. പിന്നെ നവരത്നങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ എത്രയെന്ന് പറയണം? 9 അല്ലേ? കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. 9 പേരാണ്. ഓക്കെ. നവരത്നങ്ങൾ എന്ന് പറയുന്നത് 9 പേരാണ്. നവരത്നങ്ങൾ പ്രധാനപ്പെട്ട ആളാണ് കാളിദാസൻ. കാളിദാസൻ്റെ കൃതികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ചു മുമ്പ്. അഭിജ്ഞാനശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, കുമാരസംഭവം, ഋതുസംഹാരം. മറന്നു പോകരുത്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഭാഹിയാൻ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഭാഹിയാൻ. വിക്രമാദിത്യ കഥകളിൽ പരാമർശിക്കുന്ന വിക്രമാദിത്യൻ ആരാണെന്ന് കരുതപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ വിക്രമാദിത്യ കഥകൾ പരാമർശിക്കുന്ന വിക്രമാദിത്യൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനെന്ന് കരുതപ്പെടുന്നു. ശകാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഗുപ്തരാജാവാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഓക്കെ. അപ്പോൾ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്ത് സ്ഥാനപ്പേരാണ് സ്വീകരിച്ചത്? ശകാരി എന്ന സ്ഥാനപ്പേരാണ് സ്വീകരിച്ചത്. ആരാണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. സാഞ്ചി രേഖകളിൽ ദേവരാജൻ എന്നറിയപ്പെട്ടതും ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. സാഞ്ചി രേഖകളിൽ ദേവരാജൻ എന്നറിയപ്പെട്ടതും ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്ന പ്രധാന ഗുപ്ത രാജാക്കന്മാരാണ് കുമാരഗുപ്തൻ, സ്കന്ദഗുപ്തൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്ന പ്രധാന ഗുപ്ത രാജാക്കന്മാരാണ് കുമാരഗുപ്തൻ, സ്കന്ദഗുപ്തൻ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ മകളായ പ്രഭാവതി ഗുപ്തയുടെ ശാസനങ്ങളിൽ ദേവഗുപ്തൻ എന്നറിയപ്പെട്ടത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഓക്കെ. അപ്പോൾ അച്ഛനെ എന്താണെന്നാണ് മകൾ വിശേഷിപ്പിച്ചത്? ദേവഗുപ്തൻ എന്ന്. അപ്പോൾ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ മകളാണ് പ്രഭാവതി. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ മകളാണ് പ്രഭാവതി ഗുപ്ത. ഈ പ്രഭാവതി ഗുപ്തയുടെ ശാസനങ്ങളിൽ ദേവഗുപ്തൻ എന്നാണ് തൻ്റെ അച്ഛനെ വിശേഷിപ്പിച്ചത്. ആരാണ് അച്ഛൻ? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഓക്കെ. റോമാ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തെ തുടർന്ന് ഗുപ്തന്മാരുടെ വ്യാപാരത്തിൽ തകർച്ച സംഭവിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ. വർദ്ധന രാജാക്കന്മാരുടെ ഭരണകേന്ദ്രം താനേശ്വരത്തായിരുന്നു. വർദ്ധന രാജാക്കന്മാരുടെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു? താനേശ്വർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയാണ്. അതൊരു പ്രീവിയസ് ആണ്. താനേശ്വർ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഹരിയാനയിലാണ്.
വർദ്ധന വംശത്തിലെ പ്രധാന രാജാവാണ് ഹർഷവർദ്ധനൻ. വർദ്ധന രാജവംശത്തിലെ പ്രധാന രാജാവാണ് ഹർഷവർദ്ധനൻ. ഹർഷവർദ്ധനൻ്റെ പ്രധാന നാടകങ്ങളാണ് പ്രിയദർശിക, രത്നാവലി, നാഗാനന്ദം. അപ്പോൾ ഹർഷവർദ്ധൻ്റെ പ്രധാന നാടകങ്ങളാണ് പ്രിയദർശിക, രത്നാവലി, നാഗാനന്ദം. ഹർഷചരിതം രചിച്ചത് ബാണഭട്ടനാണ്. ഹർഷചരിതം രചിച്ചത് ബാണഭട്ടനാണ്. ഹർഷവർദ്ധൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ്. ഈ സന്ദർശിച്ചവരെയൊക്കെ വളരെയധികം നോട്ട് ചെയ്ത് പഠിക്കണം, വളരെയധികം വ്യക്തമായിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഹർഷവർദ്ധനൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ്. നളന്ദ സർവകലാശാലയുടെ ഉന്നമനത്തിനായി നടപടികൾ കൈക്കൊണ്ട വർദ്ധന രാജാവാണ് ഹർഷവർദ്ധൻ. നളന്ദ സർവകലാശാലയുടെ ഉന്നമനത്തിനായി നടപടികൾ കൈക്കൊണ്ട വർദ്ധന രാജാവാണ് ഹർഷവർദ്ധൻ. ശതവാഹനന്മാരുടെ കാലത്ത് നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് ഗിൽഡുകൾ. അപ്പോൾ ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? കച്ചവട സംഘങ്ങളാണ്. എന്തിനെയൊക്കെ നിയന്ത്രിച്ചിരുന്നു? ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയുമാണ് 8ാം ക്ലാസ്സിലെ മഗധ മുതൽ താനേശ്വരം വരെ എന്ന് പറയുന്ന 9ാമത്തെ അധ്യായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പോയിൻ്റ്, മാക്സിമം പോയിൻ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോട്ട് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.